കണ്ണൂരിൽ കേരള കർണാടക തർക്കം നിലനിൽക്കുന്ന ചെറുപുഴയിലെ 15 മലയാളി കുടുംബങ്ങളെ കുടിയിറക്കാൻ നോട്ടീസ് അയച്ചു കർണാടക. വനാതിർത്തിയിൽ താമസിക്കുന്ന കുടുംബങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുകയാണെന്ന് കർണാടക വനം വകുപ്പിന് നോട്ടീസിൽ പറയുന്നു. 1937 കർണാടകയുമായി മദ്രാശി സർക്കാർ ഉണ്ടാക്കിയ കരാർ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഈ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മീന്തുള്ളി റവന്യൂ ഡിവിഷനിൽ താമസിക്കുന്ന 15 കുടുംബങ്ങൾക്കാണ് കർണാടക ഇത്തരത്തിൽ നോട്ടീസ് നൽകി തുടങ്ങിയത്. കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് നോട്ടീസ് നൽകുന്നത്. കർണാടക വനാതിർത്തിക്കും കാര്യംകോട് പുഴയ്ക്കുമിടയിലെ പ്രദേശത്ത് പതിറ്റാണ്ടുകളായി വീട് വെച്ച് താമസിച്ചു വരുന്നവർക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകി ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീട് വെച്ചതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇവർ കാലങ്ങളായി കൃഷി ചെയ്ത് വരുന്നവരുമാണ്. കഴിഞ്ഞ ദിവസം മുതലാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകി തുടങ്ങിയത്. ഇവരിപ്പോൾ താമസിക്കുന്നത് കർണാടക വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം കയ്യേറിയാണെന്നും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. മാത്രമല്ല, അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞുപോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും നോട്ടീസിൽ നൽകുന്നുണ്ട്. കന്നഡയിൽ തയ്യാറാക്കിയ നോട്ടീസുമായി കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് വീടുകളിലേക്ക് എത്തുന്നത്. എന്നാൽ ചിലരെങ്കിലും ഈ നോട്ടീസ് കൈപ്പറ്റാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഈ നോട്ടീസ് നൽകുന്നതിന്റെ ഒരു സാഹചര്യം 1937 കർണാടകവും അന്നത്തെ മദ്രാശി സർക്കാരും ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. ആ കരാർ പ്രകാരം ഇവരിപ്പോൾ താമസിക്കുന്ന ഭൂമി കർണാടകയുടെ അധീനതയിലുള്ളതാണെന്നാണ് കർണാടകയുടെ അവകാശവാദം. ഇത് കർണാടക വനത്തോട് ചേർന്ന ഭാഗമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊരാവശ്യമാണ് കർണാടക ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ തവണയല്ല കർണാടക ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് വരുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. 1999 കർണാടക വനം വകുപ്പ് സമാനമായി നോട്ടീസ് നൽകി ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ നടത്തിയിരുന്നു. പക്ഷെ അന്ന് ആരും ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഈ ഒരു നടപടിക്ക് പിന്നാലെ അന്ന് കേരള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് നിയമപരമായ നടപടികളിലേക്കൊന്നും കടന്നില്ല. കർണാടകയും പിന്നീട് ഇക്കാര്യത്തിൽ ഈ പ്രദേശത്ത് ഇടപെടൽ നടത്തിയിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ നോട്ടീസുമായി രംഗത്തെത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിലാണ്, ഈ കർണാടക വനമേഖലയോട് ചേർന്നാണ് ഇവർ താമസിക്കുന്നത് എങ്കിൽ പോലും ചെറുപുഴ പഞ്ചായത്ത് നൽകിയ വീട്ടു നമ്പറും ഒപ്പം തന്നെ ചെറുപുഴ പഞ്ചായത്തിലാണ് താമസമെന്ന് കാണിക്കുന്ന റേഷൻ കാർഡ്, വോട്ടേഴ്സ് ലിസ്റ്റ് എന്നിവയെല്ലാം അതിലെല്ലാം പേരുള്ള ആളുകൾ തന്നെയാണ് ഈ 15 കുടുംബങ്ങളിലും ഉള്ളത്. ഇവരോടാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാട്ടാന ശല്യം ഉൾപ്പെടെ രൂക്ഷമായതിനെ തുടർന്ന് തന്നെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ജീവന് ഭീഷണിയുള്ള മേഖലയിലാണ് ഇവർ താമസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരുടെ കാർഷിക വിളകളെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ചാണ് ഇവർ അവിടെ കഴിയുന്നത്. ഇതിനിടയിലാണ് കർണാടക ഇപ്പോൾ ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് വരുന്നത്. ഒരുപക്ഷെ കർണാടക ഈ ചെറുപുഴ മേഖലയിൽ മാത്രമല്ല, ഇരിട്ടി കൂട്ടുപുഴ മേഖലയിലും നിലവിൽ കേരളത്തിൻ്റെതായി നിലനിൽക്കുന്ന ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമം നേരത്തെയും നടത്തിയിരുന്നു. അവിടെ ജണ്ടകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ മാസങ്ങൾക്ക് മുൻപ് നടന്നതാണ്. വീണ്ടും ഈ ചെറുപുഴ മേഖലയിൽ കൂടി ഇത്തരം നടപടികൾ വരുമ്പോൾ കൃത്യമായി കേരള റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നാൽ കർണാടക വനം വകുപ്പ് ഈ പറയുന്ന 1937 കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇത് തങ്ങളുടെ ഭൂമിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവർക്ക് അവിടെ നിന്ന് ഒഴിയേണ്ടി വരും. അങ്ങനെ ഇവർ ഒഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തങ്ങൾ എങ്ങോട്ട് പോകുമെന്ന ചോദ്യവും ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ എന്താണ് പരിഹാരം എന്ന കാര്യത്തിലും ഇവർക്കൊരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന റവന്യൂ വകുപ്പും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യവും ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. നിഖിൽ, ഈ 15 മലയാളി കുടുംബങ്ങളെ കുടിയിറക്കാനാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് കർണാടക. അപ്പോൾ ഈ കുടുംബങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ നിഖിൽ ബന്ധപ്പെട്ടിരുന്നു? അവരെന്താണ് പറയുന്നത്? ഒപ്പം തന്നെ ഈ സംസ്ഥാന റവന്യൂ വകുപ്പ് ഇതിൽ ഇടപെടാനുള്ള സാധ്യതകൾ അതൊക്കെ എത്രത്തോളമാണ്? കുടുംബങ്ങൾ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും ഈ നോട്ടീസ് ഈ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരിടം പോകാനില്ല എന്നുള്ള ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി കേരള റവന്യൂ വകുപ്പ് ഈ കർണാടകയുമായി സംസാരിച്ചോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയോ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവർക്ക് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. റവന്യൂ വകുപ്പ് കാര്യമായി ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം 1999
ഈ കർണാടക സമാന രീതിയിലുള്ള നീക്കം നടത്തുകയും അവിടെയുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല അന്നത്തെ നടപടിയിൽ അവിടുത്തെ ഒരു പ്രദേശവാസി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അക്കാര്യത്തിൽ ഇതുവരെയും ഒരു തീർപ്പാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ചും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. കേരളവും കർണാടകവും തമ്മിലുള്ള അതിർത്തിയുമായി ബന്ധപ്പെട്ട വനഭൂമിയുടെ ഉടമസ്ഥാവകാശവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ശാശ്വതമായി ഇതിനൊരു പരിഹാരം ഉണ്ടാവുക. ഇത് ചെറുപുഴയിലെ ഈ 15 കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുപുഴ മേഖലയിലും ഒപ്പം തന്നെ ഈ ചെറുപുഴയോട് ചേർന്ന മറ്റു മേഖലകളിലുമെല്ലാം തന്നെ ഈ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതിൽ റവന്യൂ വകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഇവർക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകൂ, ഇവരുടെ ആശങ്ക പരിഹരിക്കപ്പെടൂ എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത. നിഖിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഈ 15 മലയാളി കുടുംബങ്ങളെ മാത്രമാണോ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളൂ? 15 കുടുംബങ്ങൾക്ക് ആ ഒരു മേഖലയിൽ താമസിക്കുന്ന ഈ ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി റവന്യൂ മേഖലയിൽ താമസിക്കുന്ന 15 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകി തുടങ്ങിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്ന കർണാടക സ്വാഭാവികമായും ഞാൻ പറഞ്ഞ കൂട്ടുപുഴ മേഖലയിൽ അവിടെയും കർണാടക പറയുന്നത് കേരളം തങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ്. ഈ ബാരാപ്പോളിനോട് അടുത്ത മേഖലയിലൊക്കെ അങ്ങനെ കർണാടക അവരുടേതാണെന്ന് അവകാശപ്പെട്ട് ജണ്ടകൾ സ്ഥാപിക്കുന്ന സാഹചര്യവും പിന്നീട് പേരാവൂർ MLA ആയ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രദേശത്തെത്തി കൃത്യമായി കാര്യങ്ങൾ പറയുകയും അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മേഖലകളിലെല്ലാം താമസിക്കുന്ന ആളുകളെ ഒരുപക്ഷെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കർണാടക കൂടുതൽ ആളുകളോട് ഇത്തരത്തിൽ ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും, എന്തായാലും വ്യക്തമാണ്, കണ്ണൂരിൽ കേരള കർണാടക തർക്കം നിലനിൽക്കുന്ന ചെറുപുഴയിലെ 15 മലയാളി കുടുംബങ്ങളെ കുടിയിറക്കാൻ നോട്ടീസ് കർണാടക അയച്ചിരിക്കുകയാണ്. വനാതിർത്തിയിൽ താമസിക്കുന്ന കുടുംബങ്ങളോടാണ് ഇത്തരത്തിൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുകയാണെന്ന് കർണാടക വനംവകുപ്പിന്റെ നോട്ടീസിൽ പറയുന്നു. 1937 കർണാടകയുമായി മദ്രാശി സർക്കാർ ഉണ്ടാക്കിയ കരാർ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. നിഖിൽ A ആണ് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.